കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന കൽവത്തി പാർപ്പിട സമുച്ചയം മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന ബിജെപിയുടെ നിരീക്ഷണ ചുമതല വഹിക്കുന്ന നേതാവുമായ പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു. രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം പ്രാരംഭം കുറിച്ച പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി മാർച്ചിൽ കൈമാറുമെന്ന് അധികൃതർ. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന് കീഴിൽ പൂർത്തിയാകുന്ന കൽവത്തി പാർപ്പിട സമുച്ചയമാണ് പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. ബിജെപി എംപിയായ അപരാജിത സാരംഗിയും സംഘത്തിലുണ്ടായിരുന്നു. 60 കോടി രൂപ ചിലവഴിച്ചാണ് പാർപ്പിട സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത്. രാജീവ് ഗാന്ധി ആവാസ് യോജന പ്രകാരം പ്രാരംഭം കുറിച്ച പദ്ധതി ഫണ്ട് ലഭിക്കാത്തതിനാൽ സ്തംഭനാവസ്ഥയിലായിരുന്നു. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിൽ നിന്ന് 21 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും 13 നിലകളും അടങ്ങിയ പാർപ്പിട സമുച്ചയത്തിൽ 195 മുറികളാണുള്ളതെന്ന് CSML PRO അശ്വിൻ പറഞ്ഞു. പാർപ്പിട സമുച്ചയത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോർ കടമുറികൾക്കായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് 44 കോടി രൂപ ചിലവിൽ മറ്റൊരു സമുച്ചയവും പൂർത്തിയാക്കിയിട്ടുണ്ട്. കൊച്ചി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK അഷ്റഫ്, പ്രിയ പ്രശാന്ത്, നഗരസഭാംഗം രഘുറാം ജേപ്പൈ, കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ചീഫ് ജനറൽ മാനേജർ R രാജി തുടങ്ങിയവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. I am happy that in Kochi more than 71 projects under Smart India Mission are taken up in partnership with, of course, the state and the corporation. So here is a tower which is now ready and can be occupied after 4 months. All the slums, redevelopment, good project, and slum people, slum dwellers will come here, stay here, be happy. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോകനിലവാരമുള്ള മെഷീന്റെ സഹായത്തോടെ മൈക്ക ലാമിനേഷൻ പ്രസിംഗും കൂടാതെ CNC കട്ടിംഗുമായി പ്രീമിയം ട്രേഡിംഗ്സ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF എന്നിവ കോൾ ഹൈഡ്രോളിക് പ്രസ്സിലൊട്ടിച്ച് പാനൽ സോയിൽ കട്ട് ചെയ്ത് എഡ്ജിൽ PVC ബാൻഡ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ഇവിടെ നിന്നും ചെയ്തു തരുന്നു.